അതുകൊണ്ട് നന്നായി ചവച്ചരച്ച് കഴിക്കണം. ഇനി കഴിക്കേണ്ട ഭക്ഷണം എങ്ങനെയുള്ളതായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആയുർവേദത്തില് വാദപിത്ത കഫദോഷങ്ങൾക്കനുസരിച്ചാണ് തരംതിരിക്കുക. ഓക്കെ, അപ്പൊ അതായത് വാദപ്രകൃതിക്കാരൻ വാദം വർദ്ധിക്കുന്നതായ ആഹാരങ്ങൾ ഒഴിവാക്കണം, കഫപ്രകൃതിക്കാരൻ കഫം വർദ്ധിക്കുന്നതായ ആഹാരങ്ങൾ ഒഴിവാക്കണം, പിത്തപ്രകൃതിക്കാരൻ പിത്തം വർദ്ധിക്കുന്നതായിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കണം. ഇതിനൊക്കെ പറ്റി നമ്മൾ മുൻപ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കയറി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ ലിങ്ക് ഒക്കെ ഇവിടെ കൊടുക്കാം, ഈ ബട്ടണിൽ ഉണ്ടാവും, നിങ്ങൾ കയറി കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ അതാത് ദോഷസ്ഥിതിക്ക് അനുസരിച്ച് ഇനി തനിയെ വീഡിയോ ആവശ്യമാണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നമുക്ക് ചെയ്യും ചെയ്യാം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്തോട്ടോ, മുഴുവൻ കണ്ടതിന് ശേഷം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നമ്മൾ ഇങ്ങനെ ദോഷസ്ഥിതിക്ക് അനുസരിച്ച് വാദസംബന്ധമായ രോഗങ്ങളുള്ളവരാണെങ്കിൽ വാദം വർദ്ധിപ്പിക്കുന്ന ആഹാരങ്ങൾ ഒഴിവാക്കണം, പിത്തസംബന്ധമായ രോഗങ്ങളുള്ളവരാണെങ്കിൽ പിത്തം വർദ്ധിപ്പിക്കുന്ന ആഹാരങ്ങൾ ഒഴിവാക്കണം, കഫസംബന്ധമായ രോഗങ്ങളുള്ളവരാണെങ്കിൽ കഫദോഷം വർദ്ധിപ്പിക്കുന്ന ആഹാരങ്ങൾ ഒഴിവാക്കണം. ഓക്കെ, അപ്പോൾ ദോഷസ്ഥിതിക്കും രോഗസ്ഥിതിക്കും അവിടെ പ്രാധാന്യം ഉണ്ട് നടത്തും. എന്നിട്ട് അതിനനുസരിച്ച് വേണം ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട്. ഇനി പൊതുവെ നമ്മൾ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ള 6 രസങ്ങളാണ് ഉള്ളത്. 6 രസങ്ങള് മധുരരസം, അമ്ലരസം, ലവണരസം, തിക്തരസം, കടുരസം, കഷായരസം. അതായത് മധുരം, പുളി, ഉപ്പ്,